അന്താരാഷ്ട്ര യുദ്ധമുഖങ്ങളിലെ കടുത്ത സൈനിക നീക്കങ്ങളിൽ നിന്ന് താൽക്കാലികമായി ശ്രദ്ധ തിരിച്ച് സ്വന്തം രാജ്യത്തെ യുവതലമുറയ്ക്കും പാശ്ചാത്യ സംസ്കാരത്തിനുമെതിരെ കടുത്ത ആഭ്യന്തര യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. വിദേശ നയതന്ത്രങ്ങളിലും പ്രാദേശിക യുദ്ധങ്ങളിലും വലിയ തോതിലുള്ള സ്ഥിരത കൈവരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വൻതോതിലുള്ള സദാചാര വേട്ടയ്ക്ക് മതഭരണകൂടം തുടക്കമിട്ടിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ കർശനമായ നിർദ്ദേശപ്രകാരം ഉന്നത തലത്തിൽ നിന്ന് നടപ്പിലാക്കുന്ന ഈ അടിച്ചമർത്തൽ നയം ഇറാനിലെ നഗരങ്ങളിലെ യുവജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടുത്ത കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ ഇരയായി മാറിയിരിക്കുകയാണ് ടെഹ്റാനിലെ സെൻട്രൽ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അതീവ ജനപ്രിയമായ ഒരു കഫേ. സദാചാര പോലീസും പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ കഫേ പൂർണ്ണമായും അടച്ചുപൂട്ടുകയും സീൽ ചെയ്യുകയും ചെയ്തു. കേവലം അടച്ചുപൂട്ടലിൽ ഒതുങ്ങാതെ ഈ കഫേ കേന്ദ്രീകരിച്ച് സാത്താൻ സേവയും വിനാശകരമായ ആശയ പ്രചാരണങ്ങളും നടക്കുന്നുണ്ടെന്ന വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ ആരോപണങ്ങളാണ് ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കഫേ ചെയ്ത യഥാർത്ഥ കുറ്റം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇറാനിലെ നിലവിലെ സാമൂഹികാവസ്ഥയുടെ ഭീകരത വ്യക്തമാകും. നഗരങ്ങളിലെ ആധുനിക ചിന്താഗതിക്കാരായ യുവാക്കൾക്ക് ഒത്തുകൂടാനും പാശ്ചാത്യ ശൈലിയിലുള്ള സംഗീതം ആസ്വദിക്കാനുമുള്ള ഒരു വേദിയായി ഈ കഫേ പ്രവർത്തിച്ചു എന്നത് തന്നെയാണ് അധികൃതരെ ചൊടിപ്പിച്ചത്. ഇസ്ലാമിക വിപ്ലവത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി യുവതലമുറയെ വഴിതെറ്റിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് ഇറാൻ പോലീസിന്റെ വാദം. മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായും സഖ്യകക്ഷികളുമായുമുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ ശാന്തമായതോടെയാണ് ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ സന്നാഹങ്ങളെ മുഴുവൻ സ്വന്തം ജനതയ്ക്ക് നേരെ തിരിച്ചുവിട്ടിരിക്കുന്നത്. അതിർത്തികൾ സംരക്ഷിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഭരണകൂടം മുൻഗണന നൽകുന്നത് രാജ്യത്തിനകത്ത് വളർന്നുവരുന്ന മതേതര പാശ്ചാത്യ ചിന്താഗതികളെ അടിച്ചമർത്താനാണ്. ഇതിനായി ഇറാന്റെ കുപ്രസിദ്ധമായ സദാചാര പോലീസ് സർവ്വസന്നാഹങ്ങളോടെയും വീണ്ടും തെരുവുകളിൽ സജീവമായി കഴിഞ്ഞു. ടെഹ്റാനിലെമ്പാടുമുള്ള പൊതുസ്ഥലങ്ങളിലും കഫേകളിലും കടുത്ത പരിശോധനകളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് സദാചാര പോലീസിന്റെ പ്രധാന ലക്ഷ്യം. ഹിജാബ് ശരിയായ രീതിയിൽ ധരിക്കാത്ത സ്ത്രീകളെയും അതിന് കൂട്ടുനിൽക്കുന്ന സ്ഥാപന ഉടമകളെയും കടുത്ത ശിക്ഷാ നടപടികൾക്കാണ് ഇരയാക്കുന്നത്. ഇത് കഫേകൾക്കും റെസ്റ്റോറന്റുകൾക്കും വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടവും ഭീഷണിയും സൃഷ്ടിക്കുന്നു. മതേതര സ്വഭാവമുള്ള കൂട്ടായ്മകളും ആധുനിക രീതിയിലുള്ള ഒത്തുകൂടലുകളും പൂർണ്ണമായും നിരോധിക്കാനാണ് ഇറാൻ സർക്കാർ ശ്രമിക്കുന്നത്. യുവാക്കൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും സംഗീതം ആസ്വദിക്കുന്നതും ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കാനുള്ള ആസൂത്രണങ്ങളായിട്ടാണ് അധികൃതർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾക്ക് വേരോട്ടമുള്ള എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളെയും തകർക്കുക എന്നത് ഒരു തന്ത്രപരമായ നീക്കമായാണ് സർക്കാർ കാണുന്നത്. ഈ പുതിയ സദാചാര വേട്ട ഇറാനിലെ യുവതലമുറയ്ക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും നിരാശയ്ക്കും കാരണമായിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഭരണകൂടത്തിന്റെ ഈ അതിക്രമം തങ്ങളുടെ സ്വാഭാവിക ജീവിതത്തെ ഇല്ലാതാക്കുന്നുവെന്ന് ഇവിടുത്തെ യുവാക്കൾ വിശ്വസിക്കുന്നു. ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള ആഗോള മാധ്യമങ്ങളിലൂടെ ലോകത്തെ മാറ്റങ്ങൾ കാണുന്ന ഇറാനിലെ പുതിയ തലമുറയ്ക്ക് ഇത്തരം പ്രാകൃതമായ നിയമങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. മുൻകാലങ്ങളിലുണ്ടായ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ ചോരയിൽ മുക്കിക്കൊന്ന ചരിത്രമാണ് ഇറാന്റെ സുരക്ഷാ സേനയ്ക്കുള്ളത്. സ്ത്രീ ജീവിതം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന വലിയ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം രാജ്യം നേരിയ രീതിയിൽ ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തത താൽക്കാലികം മാത്രമായിരുന്നുവെന്നും തങ്ങളുടെ കർശനമായ ഇസ്ലാമിക നിയമങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഈ കടുത്ത നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും വിദേശ നയങ്ങളിലെ പരാജയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരം സദാചാര വിഷയങ്ങൾ എപ്പോഴും ഇറാന് വലിയൊരു ആയുധമാണ്. മതപരമായ വികാരങ്ങൾ ഉണർത്തി തങ്ങളുടെ യാഥാസ്ഥിതിക വോട്ട് ബാങ്ക് നിലനിർത്താൻ ഭരണകൂടം ഇത്തരം റെയ്ഡുകളെയും അടച്ചുപൂട്ടലുകളെയും ഉപയോഗിക്കുന്നു. കഫേ സംസ്കാരം എന്നത് ടെഹ്റാനിലെ യുവാക്കളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കലയും സാഹിത്യവും രാഷ്ട്രീയവുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരം ഇടങ്ങളെ ഇല്ലാതാക്കുന്നതിലൂടെ യുവാക്കളുടെ ചിന്താശേഷിയെയും പ്രതിരോധ കോട്ടകളെയുമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഒരു കഫേ അടച്ചുപൂട്ടുമ്പോൾ അത് കേവലം ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ തകർച്ചയല്ല,
മറിച്ച് സ്വതന്ത്രമായി ശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ശബ്ദത്തെയാണ് അവർ ഇല്ലാതാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന്റെ ഈ പുതിയ ആഭ്യന്തര മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വന്തം ജനതയ്ക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിലനിൽക്കാൻ യോഗ്യതയില്ലെന്നാണ് പല മനുഷ്യാവകാശ സംഘടനകളും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇത്തരം ബാഹ്യ വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാൻ എപ്പോഴും സ്വീകരിക്കാറുള്ളത്. വരും ദിവസങ്ങളിൽ കഫേകൾക്ക് പുറമെ സർവകലാശാലകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിലുള്ള കടുത്ത റെയ്ഡുകൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. സദാചാര പോലീസിന്റെ കമാൻഡർമാർക്ക് വലിയ തോതിലുള്ള അധികാരങ്ങളാണ് ഇതിനായി സർക്കാർ വകവെച്ചു നൽകിയിരിക്കുന്നത്. നഗരങ്ങളിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ അത്യാധുനിക CCTV സംവിധാനങ്ങളും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ കടുത്ത നീക്കങ്ങൾ ഇറാന്റെ ടൂറിസം മേഖലയെയും ആഭ്യന്തര ബിസിനസ് രംഗത്തെയും വലിയ രീതിയിൽ തകർക്കും. കഫേകളും വിനോദ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടുന്നത് വഴി ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് നഷ്ടപ്പെടുക. ഇതിനകം തന്നെ ആഗോള ഉപരോധങ്ങൾ കാരണം തകർന്നടിഞ്ഞ ഇറാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത്തരം ആഭ്യന്തര നിയന്ത്രണങ്ങൾ കൂടുതൽ ദോഷം ചെയ്യും. ബാഹ്യശത്രുക്കളെക്കാൾ ഇറാൻ ഭരണകൂടം ഇപ്പോൾ ഭയപ്പെടുന്നത് സ്വന്തം രാജ്യത്തെ മാറി ചിന്തിക്കുന്ന യുവതലമുറയെയാണ്. FPV ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് യുദ്ധം ജയിക്കാൻ നോക്കുന്ന ഒരു രാജ്യം സ്വന്തം തലസ്ഥാനത്ത് പാശ്ചാത്യ സംഗീതം കേൾക്കുന്ന യുവാക്കളെ കണ്ട് ഭയപ്പെടുന്നത് വൈരുദ്ധ്യാത്മകമാണ്. ടെഹ്റാനിലെ കഫേയിൽ നടന്ന ഈ ഷോക്ക് റെയ്ഡ് വരാനിരിക്കുന്ന വലിയൊരു ആഭ്യന്തര സാംസ്കാരിക യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണ്.